ഈ വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്തായിരുന്നു ഫിഫ ലിവൈസിന്റെ ലോഗോ മൂടി വെക്കുന്നതും പിന്നീട് അതൊരു വലിയ മാർക്കറ്റിംഗ് സ്റ്റണ്ട് ആയതും. ലിവൈസിന് ഇതുവഴി നല്ലൊരു മാർക്കറ്റിംഗ് വിസിബിലിറ്റിയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതേ അവസ്ഥ ഇപ്പം എന്താ വേറെ രണ്ട് ബ്രാൻഡിന് കൂടി വന്നിരിക്കുകയാണ്. എന്നാൽ അവരത് എങ്ങനെ ക്ലെവർ ആയിട്ട് മാനേജ് ചെയ്യുന്നറിയോ? ബോസ്റ്റണിൽ ജിലൈറ്റിന്റെ പേരിലും ഒരു സ്റ്റേഡിയം ഉണ്ട്. എന്നാൽ ഫിഫ അവരോട് ലോഗോ മറയ്ക്കാൻ ആവശ്യപ്പെട്ടു. ബട്ട് ജിലൈറ്റ് ഇത് വെറുതെ മറയ്ക്കുന്നതിന് പകരം ഒരു ഷേവിംഗ് ഫോമിന്റെ ഷേപ്പിലാണ്ട് ഈ കാണുന്ന പോലെ അവർ മറച്ചു വെച്ചു. എന്നാൽ ആ ഒരു ഷേപ്പ് മാത്രം മതിയായിരുന്നു ആളുകൾക്ക് അത് ജിലൈറ്റ് ആണെന്ന് തിരിച്ചറിയാൻ. ഇതുപോലെ തന്നെ അവിടെ സെർവ് ചെയ്യുന്ന ഹെയിൻസിന്റെ കെച്ചപ്പ് ബോട്ടിൽ അതിൻ്റെ ലേബലിൽ ഫിഫ ഈ നെയിം സ്റ്റിക്കർ വെച്ച് മറച്ചു വെച്ചു. പക്ഷേ ഇതേ ബോട്ടിൻ്റെ ഷേപ്പ് അല്ലെ ആ ഒരു ഡിസൈൻ ഇത് ധാരാളമായിരുന്നു ഹെയിൻസ് ആണെന്ന് തിരിച്ചറിയാൻ. ഈവൻ ഹെയിൻസ് ആ ഒരു അവസരം മുതലാക്കിയിട്ട് ഫിഫ എങ്ങനെയാണോ ആ ഒരു നെയിം സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചേക്കുന്നത് ഇതേപോലത്തെ വേറെ പാക്കേജിങ് ഇറക്കി അതൊരു മൊമെന്റ് മാർക്കറ്റിംഗ് ആക്കി ചെയ്യുകയും ചെയ്തു. ആൻഡ് അൺഒഫീഷ്യൽ സ്റ്റേഡിയം കെച്ചപ്പ് എന്ന പേര് കിട്ടു. സോ പേര് മറച്ചാലും അല്ലെ ലോഗോ മാറ്റിയാലും ആ ബ്രാൻഡ് ഇപ്പോഴും തിരിച്ചറിയപ്പെടുന്നുവെങ്കിൽ ആ ബ്രാൻഡിന് നല്ലൊരു റിയൽ ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ട്. ബ്രാൻഡിങ് എന്നാൽ വെറും പേരോ അല്ലെങ്കിൽ ലോഗോ ഒന്നും അല്ല. സോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ബ്രാൻഡിന് വരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടും? കമൻറ്റ് ചെയ്തോളൂ.